പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കുരിശുമരണം വരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിനരാത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ജീവിക്കുന്നവനായി സകല തെളിവുകളും അപ്പസ്തലന്മാർക്ക് നൽകിക്കൊണ്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് അനുബന്ധിച്ച് നമുക്കറിയാം, യേശു 3.5 വർഷക്കാലം പരസ്യജീവിതത്തിലൂടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടും യേശുവിനെ ദൈവമായി കണ്ട് അപ്പസ്തലന്മാർ പോലും ആരാധിച്ചിട്ടില്ല. യേശുവിനെ അപ്പസ്തലന്മാർ ആരാധിക്കുന്നത് മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് 40 ദിനരാത്രങ്ങൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ ജീവിക്കുന്നവനാണ് എന്ന് വേണ്ടത്ര തെളിവുകൾ നൽകി 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. ലൂക്ക 24-ാം അധ്യായം 52-ാം തിരുവചനം 51-52 വചനങ്ങളിൽ പറയുകയാണ്, അവൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ സ്വർഗാരോഹണം 500-ൽ പരം ശിഷ്യന്മാർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നത് അപ്പസ്തലന്മാർ കണ്ണുകൾ കൊണ്ട് കണ്ടു. അതിനുശേഷമാണ് ലൂക്ക 24:52 പറയുന്നത്, അവർ അവനെ ആരാധിച്ചു. സോളെ കടലിൻ്റെ മുകളിലൂടെ നടന്ന കർത്താവിനെ കണ്ട അപ്പസ്തലന്മാർ ഇത് ഭൂതമാണെന്നാണ് പറഞ്ഞേ. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത് അപ്പസ്തലന്മാർ കണ്ടു, പക്ഷേ അവർ യേശുവിനെ ആരാധിച്ചില്ല. അന്ധർക്ക് സൗഖ്യം നൽകിയത്, മുടന്തന്മാരെ സൗഖ്യപ്പെടുത്തിയത്, രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യപ്പെടുത്തിയത്, 5 അപ്പവും 7 അപ്പവും കൊണ്ട് 5000-ങ്ങളെയും 4000-ങ്ങളെയും സംതൃപ്തരാക്കിയത് എല്ലാം കണ്ണുകൾ കൊണ്ട് കണ്ട അപ്പസ്തലന്മാർ യേശുവിനെ ആരാധിച്ചിട്ടില്ല. യേശുവിനെ ആരാധിച്ചത് ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യുന്നത് കണ്ണുകൾ കൊണ്ട് കണ്ടതിന് ശേഷമാണ് യേശുവിനെ അവർ ആരാധിക്കുവാൻ ആരംഭിച്ചത്. അപ്പസ്തല പ്രവർത്തനം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, 40 ദിവസം പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ പഠിപ്പിച്ചു. അവൻ ആവശ്യത്തിന് തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷമാണ് ഈ 40 ദിനരാത്രങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കും. അപ്പസ്തലന്മാർക്ക് വേണ്ടത്ര തെളിവ് നൽകി താൻ മരിച്ചിട്ടില്ല, താൻ ജീവിക്കുന്നവനാണെന്ന് വേണ്ടത്ര തെളിവുകൾ നൽകിയതിനു ശേഷമാണ് യേശു 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യുന്നത്. അതിനുശേഷമാണ് അപ്പസ്തലന്മാർ യേശുവിനെ ആരാധിച്ചത്. ഇന്ന് ഒരുപാട് ജാതിയും മതങ്ങളും ദൈവങ്ങളും ദേവതകളുമൊക്കെ ഭൂമിയിലുണ്ട്. യേശുക്രിസ്തുവിനെ അല്ലാതെ ഏതെങ്കിലും ഒരു ദൈവത്തെ ജീവിക്കുന്ന ദൈവമായിട്ട്, ഇന്നും ജീവിക്കുന്ന ദൈവമായിട്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയും താനാണ് ദൈവമെന്നും മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവൻ താനാണെന്ന് പ്രഖ്യാപിച്ചതുപോലെ ഏതെങ്കിലും ഒരു ദൈവങ്ങളെയോ മറ്റൊരു ദേവതകളെയോ ഭൂമിയിൽ ഏതെങ്കിലും ജാതികളോ മതങ്ങളോ വിശ്വാസികളോ ഇന്ന് വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാമൻ്റെ പേര് പറഞ്ഞ് മറ്റു ചില ദൈവങ്ങളുടെ വ്യാജ ദൈവങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ തല്ലുവാനും കൊല്ലുവാനും ആയുധങ്ങളെടുത്ത് പുറപ്പെടുകയും മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന ഒരേ ഒരു തീരുമാനത്തോടെ മത തീവ്രവാദങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് ഇപ്രകാരം ഒരു തെളിവ് നൽകുവാൻ സാധിക്കുമോ? യേശുക്രിസ്തു അല്ലാതെ ഏതെങ്കിലും മറ്റൊരു ദൈവത്തെ ഭൂമിയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ദൈവങ്ങളെയോ ദേവതകളെയോ കണ്ടിട്ടുണ്ടോ? പലരും ഉയർത്തിപ്പിടിക്കുന്ന അവർക്ക് എന്തെങ്കിലും ആശയങ്ങളുണ്ടോ? അവർ കണ്ടെത്തിയ സത്യങ്ങളെയോ യാഥാർത്ഥ്യങ്ങളെയോ ആണോ അവർ അനുഗമിക്കുന്നത്? അവർ അനുഗമിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? മത തീവ്രവാദങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതല്ല ആത്മീയത എന്ന് പറയുന്നത്. പല അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതിന് ശേഷം മരണം വരിച്ച് മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നത് കണ്ട ക്രിസ്തുവിനെയാണ് അപ്പസ്തലന്മാർ ആരാധിക്കാൻ തുടങ്ങിയത്. തുടർന്ന് യേശുവിൽ വിശ്വസിച്ച സകല ക്രൈസ്തവ വിശ്വാസികളും കണ്ട യേശുവിനെ, അനുഭവിച്ച യേശുവിനെ, സത്യം തിരിച്ചറിഞ്ഞ യേശുവാണ് സത്യമെന്നും സ്വർഗത്തിലേക്കുള്ള വാതിലും വഴിയും യേശുക്രിസ്തു മാത്രമാണെന്ന തിരിച്ചറിവ് ലഭിച്ച ജനതകളാണ് മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസികളായി ക്രിസ്തുവിനെ ഇന്നും ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അപ്പസ്തല പ്രവർത്തനം 13-14 തിരുവചനങ്ങളിൽ 13 12 ശിഷ്യന്മാരെ ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട്
അവർ യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് കണ്ടതിന് ശേഷമാണ് ഏക മനസ്സോടെ 12 അപ്പോസ്തലന്മാരും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും കൂടെ മറ്റു സ്ത്രീകളും മറ്റു ശിഷ്യന്മാരും കൂടെ ചേർന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യസമൂഹത്തിൻ്റെ മേലാണ് പരിശുദ്ധാത്മാവ് അഗ്നി ജ്വാലകളായി അഗ്നിനാവുകളായി ഇറങ്ങി വരുന്നത്. അപ്പോൾ യേശുവിൻ്റെ സ്വർഗാരോഹണം കണ്ട് യേശുവിനെ ആരാധിച്ച ശിഷ്യഗണത്തിൻ്റെ മേലാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഇറങ്ങി വന്നത്. ഇന്ന് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വർഗീയത അഴിച്ചുവിടുന്ന ഏതെങ്കിലും നേതാക്കന്മാരുടെ മേൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കാറുണ്ടോ? അവർ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇന്ന് ലോകം കണ്ട ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം കണ്ടതിന് ശേഷം യേശുവിനെ ആരാധിച്ച ശിഷ്യ സമൂഹത്തിൻ്റെ മേലാണ് പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായി ഇറങ്ങി വന്നത്. അത് പെന്തക്കോസ്ത തിരുനാളായി സഭ ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. ഈ സ്വർഗാരോഹണം ആഘോഷിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ ദൈവത്തെ അപ്പോസ്തലന്മാർ കണ്ണുകൾ കൊണ്ട് കണ്ട് ഇവനാണ് ഏക സത്യ ദൈവമെന്നും ഭൂമിയിൽ അവതരിക്കാനിരുന്ന രക്ഷകൻ ക്രിസ്തു മിശിഹ ഇവനാണെന്ന തിരിച്ചറിവ് ലഭിച്ചതിന് ശേഷമാണ് യേശുവിനെ അപ്പോസ്തലന്മാർ ആരാധിക്കാൻ തുടങ്ങിയത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 നമ്മൾ കാണുകയാണ്. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ സ്തേഫാനോസ് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ പാപങ്ങൾ ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്ന്. അപ്പോൾ സ്തേഫാനോസ് കാണുന്ന ഒരു സ്വർഗമുണ്ട്. തുറന്നിരിക്കുന്ന സ്വർഗവും അതിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തെയും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെയുമാണ് കാണുന്നത്. അതായത് സ്തേഫാനോസിനെ സ്വീകരിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തുവിനെ. അപ്പോൾ സ്വർഗം കണ്ട ചരിത്രമാണ് കത്തോലിക്ക സഭയുടെ പാരമ്പര്യം. സ്വർഗാരോഹണം ചെയ്ത കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിന് ഏറ്റുചൊല്ലുന്നത് സ്തേഫാനോസ് കണ്ട ക്രിസ്തുവിനെയാണ് സകല വിശ്വാസികളും ഏറ്റുപറയുന്നത്, ഉദ്ഘോഷിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 5-6 തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു വധിക്കപ്പെട്ടു. അടുത്ത വരുന്ന ഞായറാഴ്ച പ്രഭാതത്തിൽ മറിയം മഗ്ദലേനായും മറ്റ് സ്ത്രീകളും ഒരുക്കി വച്ചിരുന്ന സുഗന്ധക്കൂട്ടുമായി യേശുവിൻ്റെ ശവകുടീരത്തിൽ വിലേപനം ചെയ്യുവാനായി ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ അവർ പരസ്പരം പറയുകയാണ്, യേശുവിൻ്റെ ശവകുടീരത്തിൽ നിന്ന് ഗുഹയിലെ മുമ്പിൽ നിന്ന് ആരാണ് നമുക്ക് വേണ്ടി ആ കല്ലുരുട്ടി മാറ്റുക? അവർ അവിടെ ചെല്ലുമ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതും യേശുവിനെ സംസ്കരിച്ച കല്ലറയിൽ ഒരു ദൂതൻ ഇരിക്കുന്നതും വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് മിന്നൽ പിണർ പോലെ പ്രശോഭിക്കുന്ന ഒരു ദൈവദൂതൻ ഇരിക്കുന്നതും കണ്ട് അവർ ഭയപ്പെട്ടു. അപ്പോൾ ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിങ്ങൾ അത്ഭുതപ്പെടുകയും വേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസറാനായ യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കറിയാം. അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. ഇതാ മർക്കോസ് 16-ന്റെ 6-ാം വചനത്തിൽ പറയുകയാണ്, അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. നമുക്ക് വീണ്ടും കാണാം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ മറിയം മഗ്ദലേനായും മറ്റു സ്ത്രീകളും അവിടെ ചെല്ലുമ്പോൾ ദൂതൻ അവിടെ ഇരിക്കുക. ദൂതൻ സ്ത്രീകളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കറിയാം. അവൻ ഇവിടെ ഇല്ല. താൻ അരുളി ചെയ്തതുപോലെ ഉയർപ്പിക്കപ്പെട്ടു. സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആഗമനത്തിൽ ദൈവത്തിൻ്റെ ക്രൂശീകരണം സഹനങ്ങളെല്ലാം യേശയ്യാ പ്രവാചകൻ ദർശിക്കുക. വീണ്ടും പ്രവാചകൻ പറയുകയാണ്, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അപ്പോൾ യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ ദൈവമായ കർത്താവ് സംസാരിച്ചു. ഞാൻ ഭൂമിയിൽ വരും, പീഡനങ്ങൾ സഹിക്കും, എന്നെ അവർ വധിക്കും, എന്നാൽ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. യേശുവിൻ്റെ ജീവിതകാലത്ത് പീഡാസഹനങ്ങളെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ, കർത്താവ് പഠിപ്പിക്കുമ്പോൾ യേശു തന്നെ പറയുകയാണ്, ലൂക്കാ 18-ാം അധ്യായത്തിൽ 31 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളിൽ, മനുഷ്യപുത്രനെ വിജാതിയരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവൻ്റെ മുഖത്ത് തുപ്പുകയും പരിഹസിക്കുകയും അവൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ചാട്ട കൊണ്ടടിക്കുകയും അവനെ വധിക്കുകയും ചെയ്യും. എന്നാൽ മനുഷ്യപുത്രൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതുതന്നെയാണ് ഇപ്പോൾ ദൈവദൂതൻ മറിയം മഗ്ദലേനായോട് പറയുന്നത്. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു.
സഹോദരങ്ങളെ, യേശുവിൻ്റെ മരണത്തിന് മുൻപേ കർത്താവ് പറയുകയാണ്, ഞാൻ വധിക്കപ്പെടും, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ദൈവത്തിന് മാത്രമേ മരണം വരിച്ചിട്ടും ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുകയുള്ളൂ. മർക്കോസിൻ്റെ 16-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അപ്പസ്തലന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വീണ്ടും 16-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ യേശു പറയുകയാണ്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. സഹോദരങ്ങളെ, ഇന്ന് ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷം കേൾക്കുന്നതിനും വിശ്വസിക്കുന്നതിനും യേശു മാത്രമാണ് രക്ഷകനെന്നും ഈ ലോകത്തിൽ പാപങ്ങൾ മോചിപ്പിക്കുന്നവൻ യേശു മാത്രമാണെന്നും മരണാനന്തരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്ഷകൻ യേശു മാത്രമാണെന്ന തിരിച്ചറിവ് ലഭിച്ച് അവൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് ദൈവമക്കളാകാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ്, വിളികളാണ് ദൈവവചന പ്രഘോഷണത്തിലുടനീളം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അനേകർ വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ വചനം അനുസരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ്, കണ്ടിട്ടില്ലാത്ത ദേവന്മാരുടെയും ദേവിമാരുടെയും പേര് പറഞ്ഞ്, ചില രാഷ്ട്രീയ നേതാക്കന്മാരെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ദൈവമല്ലാത്ത വ്യാജ ദൈവങ്ങളെയും കള്ളപ്രവാചകന്മാരെയും ഒക്കെ അനുസരിച്ച് സ്വയം നശിക്കുവാനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ നമുക്ക് ലോകത്തിൽ കാണുവാൻ സാധിക്കും. കർത്താവായ യേശു പറയുകയാണ്, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവിടെ വിലാപവും പല്ലുകടിയും? ഇന്ന് അനേകം മതവിശ്വാസികൾ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവർക്കൊരു സത്യം മനസ്സിലാകും, യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും അവർ ഇങ്ങനെ വ്യാജ ദൈവങ്ങളെയും കള്ളപ്രവാചകന്മാരെയും വിശ്വസിച്ച് അനുഗമിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഞങ്ങൾ അനുഗമിച്ചത് സത്യത്തെയല്ല, ഞങ്ങൾ വിശ്വസിച്ചത് സത്യത്തെയല്ല, ഞങ്ങൾ അനുസരിച്ചത് സത്യത്തെയല്ല, മറിച്ച് ഏകസത്യ ദൈവമായ യേശുവിനെ നിരാകരിച്ചുകൊണ്ട് വ്യാജദേവന്മാരെയും ദേവികളെയും അനുകരിച്ച് കള്ളപ്രവാചകന്മാരെ അനുകരിച്ച് ഈ മരണാനന്തരം വലിച്ചെറിയുമ്പോൾ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവ് ലഭിക്കുമ്പോൾ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഏതെങ്കിലും ദൈവങ്ങളാണെന്ന് വിചാരിച്ച് കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, നമ്മളോടോ നമ്മുടെ പൂർവികരോടോ സംസാരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതി വെച്ച ചില കഥകളിലും കള്ളക്കഥകളിലും വ്യാജപ്രബോധനങ്ങളിലും വിശ്വസിച്ച് ഇന്നലെ മനുഷ്യനായിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ എഴുതി വെച്ച കെട്ടുകഥകളിൽ എഴുതി വെച്ച ചില സിനിമയിലൊക്കെ അഭിനയിക്കുന്ന നേതാക്കന്മാരെ പോലെ ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചപ്പോൾ ഇവയൊക്കെ ദൈവങ്ങളാണ്, ദേവികളാണെന്നൊക്കെ അന്ധമായി വിശ്വസിച്ച് അവർ പറഞ്ഞ വ്യാജങ്ങളിൽ വിശ്വസിച്ച് അനുഗമിച്ച് നിത്യനരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. കാരണം ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവ് ഇന്ന് നമുക്ക് മനസ്സിലാവില്ല. ഈ ഭൂമി എല്ലാത്തരം മനുഷ്യരെയും ഉൾക്കൊള്ളും. കള്ളന്മാരെയും കൊള്ളക്കാരെയും വേശ്യകളെയും വ്യഭിചാരികളെയും വഞ്ചകരെയും ചൂഷകരെയും കൊലപാതകികളെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഈ ഭൂമി. എന്നാൽ മരണാനന്തരം പാപികളും ദുഷ്ടന്മാരും സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ല, മറിച്ച് അവർ നിത്യനരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. കാരണം വലിച്ചെറിയപ്പെടുന്നവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിട്ടില്ല. യേശുവിൻ്റെ ജനനത്തിന് മുൻപേ സ്വർഗദൂതൻ വാഗ്ദാനം ചെയ്തു, അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ മാത്രമാണ് നിനക്ക് പാപമോചനം ലഭിക്കുക. പാപമോചനം ലഭിക്കാതെ വ്യാജ ദൈവങ്ങളെയും കള്ളപ്രവാചകന്മാരെയും അനുകരിച്ച് മരണം വരിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുമ്പോൾ നീ അവിടെ കിടന്ന് വിലപിക്കുകയും പല്ലുകടിക്കുകയും ചെയ്യും. കാരണം നീ അനുഗമിച്ചത് സത്യദൈവത്തെയല്ല എന്ന തിരിച്ചറിവ് ലഭിക്കുമ്പോൾ വ്യാജ ദൈവങ്ങളെയും കള്ളപ്രവാചകന്മാരെയും അനുഗമിച്ച് നിത്യ നരക സന്തതിയായി കഴിയുമ്പോൾ അവിടെ കിടന്ന് വിലപിക്കാനും പല്ലുകടിക്കാനും മാത്രമേ സാധിക്കൂ. കാരണം
കാരണം നിന്റെ പാപങ്ങൾ മോചിക്കുന്ന രക്ഷകൻ, ഏകരക്ഷകൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ മരണം വരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും 40 ദിനരാത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് താൻ തന്നെയാണ് രക്ഷകനെന്നും താനാണ് ഏകരക്ഷകനെന്നും ദൈവത്തിൽ നിന്ന് അവതരിച്ച ദൈവത്തിൻ്റെ പുത്രൻ താനാണെന്നും തന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നില്ല എന്ന ഉറച്ച വാഗ്ദാനം നൽകിക്കൊണ്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷമാണ് കർത്താവിനെ അപ്പോസ്തലന്മാർ തുടങ്ങി സകല വിശ്വാസികളും, യേശുവിൽ വിശ്വസിച്ച സകലരും യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് പറയുകയാണ്, എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. സഹോദരങ്ങളെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് വീണ്ടും അപ്പോസ്തലന്മാരോട് കൽപ്പിക്കുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. സഹോദരങ്ങളെ, സകല ജനതകളെയും കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കുവാനുള്ള യേശുവിൻ്റെ ആഹ്വാനമാണ് ഈ സന്ദേശങ്ങളിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുക. വീണ്ടും കർത്താവ് പറയുകയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വൈദികന്റെ നാമത്തിലോ വിശുദ്ധന്റെ നാമത്തിലോ അല്ല, മറിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുമ്പോൾ നീ ചെയ്ത ജന്മകർമ്മ പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ്. യേശുവിനെ തൻ്റെ രക്ഷകനായി ഏറ്റുപറയുകയാണ്. പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു വ്യക്തി ഏറ്റുപറയുകയാണ്. അങ്ങനെ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുകയും പിശാചിനെയും അവൻ്റെ ആർഭാടങ്ങളെയും വെറുക്കുന്നു എന്ന് തിരുസഭയിലും വിശ്വാസികളുടെ മുമ്പിലും ദൈവസന്നിധിയിലും ഏറ്റുപറയുന്ന ഒരു കൂദാശയാണ് മാമോദീസ എന്ന കൂദാശ. ഈ മാമോദീസ സ്വീകരിക്കുന്നതിലൂടെയാണ് നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, കത്തോലിക്ക സഭയിൽ മാമോദീസ സ്വീകരിക്കാത്ത ഒരു വ്യക്തികളും യേശു പറയുകയാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. കാരണം മാമോദീസ എന്ന കൂദാശയിലൂടെയാണ് പാപമോചനം ലഭിക്കുന്നത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ ഒരു കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം, പാപമോചനത്തിനായുള്ള ഏക മാമോദീസായും ഞാൻ ഏറ്റുപറയുന്നു. വിശ്വാസ പ്രമാണത്തിൽ സകല കത്തോലിക്കരും പരിശുദ്ധ കുർബാനയിൽ ഏറ്റുപറയുന്ന ഒരു രഹസ്യമാണത്. പാപമോചനത്തിനായുള്ള ഏക മാമോദീസായും ഞങ്ങൾ ഏറ്റുപറയുന്നു. സഹോദരങ്ങളെ, മാമോദീസ എന്ന കൂദാശയിലൂടെയാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനായി മകളായി രൂപപ്പെടുന്നത്. ഈ സകല രഹസ്യങ്ങളും പഠിപ്പിച്ചത് കർത്താവ് മരണം വരിച്ചുയർത്തെഴുന്നേറ്റ് 40 ദിനരാത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ട് അപ്പോസ്തലന്മാർക്ക് നൽകിയ സന്ദേശമാണ്. സഹോദരങ്ങളെ, ഞാൻ കർത്താവ് പറയുന്നത് അനുസരിക്കാത്ത ഒരു വ്യക്തിയും, കർത്താവ് പറഞ്ഞവ അനുസരിക്കാത്ത ഒരു വ്യക്തികളും സ്വർഗരാജ്യം കാണുകയില്ല, ദർശിക്കുകയില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നീ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ അനുസരിക്കുമെങ്കിൽ, കർത്താവ് പറഞ്ഞത് നീ പഠിക്കുമെങ്കിൽ നിനക്ക് പഠിക്കുവാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർ കൂടി വചനങ്ങൾ എത്തിക്കുവാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി മാറാൻ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നമ്മുടെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപ് ലോക ജനതയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാരിലൂടെ നൽകിയ സന്ദേശവും നമുക്ക് പകരാം. നമുക്ക് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു ഭാഗമാകാം. പോൾ കുമ്പളം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ പങ്കുവയ്ക്കുക. കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവിനെ കണ്ട് ആരാധിക്കാൻ തുടങ്ങിയ അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, അഗ്നിനാവുകളായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേലും കടന്നു വരട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കടന്നു വരട്ടെ. കർത്താവായ യേശു പറയുകയാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തിൻ്റെ അവസാനം പറയുകയാണ്, ഞാൻ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നമ്മോടുകൂടെ യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കുന്നതിന് ത്രിത്വത്തിലെ മൂന്നാമത്തെ ദൈവമായ പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് വാഗ്ദാനം ചെയ്തു. സഹോദരങ്ങളെ, നമ്മൾ ഈ സ്വർഗാരോഹണ തിരുനാൾ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല ശിഷ്യ സമൂഹത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായി ഇറങ്ങി വന്നതുപോലെ ഈ വചനം ശ്രവിക്കുന്ന വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ
സ്വർഗാരോഹണം ചെയ്തതിൻ്റെ തിരുനാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയുണ്ടായിരിക്കട്ടെ. ദൈവത്തിന് മഹത്വം നൽകി ജീവിക്കുവാനുള്ള കൃപാവരങ്ങൾ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.